ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച നമ്മുടെ ചോട്ടുമോൻ്റെ അടുത്തിട്ടുണ്ട് പോണത്. കുറേ പേര് ചോട്ടുമോനെ ചോദിച്ചു, കുറേ നാളായാലും ചോട്ടുമോനെ കാണാൻ ആയിട്ടെന്ന്. അതുപോലെ ചോട്ടുമോനെ പോലെ തന്നെ നമ്മുടെ അപ്പുമോൻ, പിന്നെ നമ്മുടെ ചിക്കു, നമ്മുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്നവർക്കറിയാം. ഇവർ രണ്ടാളുണ്ട് നമുക്ക് മിസ്സായിരിക്കുന്നത്. ചിക്കുവിനെ ഒത്തിരി അന്വേഷിച്ചു. ചിക്കുവിന് അവസാനം ഞാൻ മരുന്ന് കൊടുത്തിരുന്നു, സ്കിന്നിൻ്റെ ഒരു ചെറിയൊരു ഇത് വന്നിരുന്നു, അവന് രോമൊക്കെ പോയി. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. അവനുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ച് തന്നു. അവനുണ്ടായ സ്ഥലത്ത് നിന്ന് അവൻ മാറിപ്പോയായിരുന്നു. അപ്പോൾ മോൻ ഇതുപോലെ തന്നെ പരിസരത്തുണ്ട്, പക്ഷെ കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ ചോട്ടു അവിടെ ഉണ്ട് കേട്ടോ. ചോട്ടു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. തലയെഴുന്നേപ്പിച്ചൊന്ന് നോക്കുന്നുണ്ട്. അതെ, ഹലോ. പുറത്തേക്ക് പോവാറില്ലേ? അതെ, ഇരുന്ന് അഴിക്കുക. ചോട്ടുമോൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് കേട്ടോ പപ്പീസിൻ്റെ പെഡിഗിരിയാണ്. ഭയങ്കര ഇഷ്ടമാണ്. അവന് കുഞ്ഞുനാളിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് ഞാൻ എപ്പോഴും ഇതാണ് കൊടുക്കാറ് കൂടുതലും. പിന്നെ വലിയ ചെക്കനായി നമ്മുടെ ചോട്ടു. പിന്നെ ചോട്ടു കന്നി ചിപ്പിപ്പാറ ഇനത്തിൽപ്പെട്ട ഡോഗാണ് കേട്ടോ. വാലൊക്കെ കണ്ടോ, ഹണ്ടിങ് ഡോഗാണ്. പാവമാണ് കേട്ടോ. ഇതൊക്കെ പേര് ഇങ്ങനെയുള്ളതുണ്ടെങ്കിലും ഒരു സാധുവാണ് നമ്മുടെ ചോട്ടു. പാവമാണ്. കുഞ്ഞിലെ ഉപേക്ഷിക്കപ്പെട്ടതുകൊണ്ടും ഒരുപാട് ഇതൊക്കെ അവൻ അനുഭവിച്ചതുകൊണ്ടൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇത് കുട്ടിത്തമാണ് അവനെപ്പോഴും ഫേസിലും സ്വഭാവത്തിലും. 2 വയസ്സോളം ഏകദേശം ആവാറായി. അവൻ ഈ വീട്ടിൽ വന്നിട്ട് അവിടെ ഈ പരിസരത്തിൻ്റെ ഒരു വീട്ടിലേക്കാണ് നമ്മളാക്കി കൊടുത്തത്. പിന്നെ കഴിഞ്ഞ മാസം നമ്മൾ ചുട്ടുവിന് മൾട്ടി കമ്പണൻ്റ് വാക്സിനൊക്കെ എടുത്ത് കൊടുത്തിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ. ഞാനതൊക്കെ വാങ്ങിച്ച് അവൻ്റെ വീട്ടുടമസ്ഥനെ ഏൽപ്പിച്ച് അതൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എടുത്തിട്ടുണ്ട്. കാരണം പിന്നെ മതിൽക്കെട്ടൊന്നുമില്ല, പിന്നെ ഇപ്പോഴും അഴിച്ചുവിടുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പോവാറില്ല, ഒട്ടും തന്നെ പോവാറില്ല കേട്ടോ ചോട്ടുവിൻ്റെ അടുത്ത്. ഒരുപാട് നാളുകളായി. ചോട്ടു ഇപ്പോൾ 2 വർഷത്തോളമായി ആ വീട്ടിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ രക്ഷിച്ച ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവർക്കെല്ലാം വീടും എല്ലാം ആക്കി കൊടുത്തു ഞാൻ. പിന്നെ ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ രക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലും സഹായിക്കണം. വല്ലപ്പോഴും എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ പറ്റാറുള്ളൂ. പിന്നെ ചോട്ടുമോനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരം കേട്ടോ. പാവം അവൻ്റെ കൂടെയുള്ളതാണ് കേട്ടോ. ഇത് ഇവർ 2 സഹോദരങ്ങളാണോ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓരോ ദിവസം ചെല്ലുന്തോറും, ഇപ്പോൾ ഞാൻ ഒരു 4-5 ദിവസമായിട്ട് കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കുഞ്ഞിൻ്റെ സ്ഥിതിയിൽ ഭയങ്കര കൂടി വരണം ഓരോ ദിവസം ചെല്ലുന്തോറും. അതായത് ഇപ്പോൾ ഇന്നലെ കാണുന്ന അവസ്ഥയിലെ പിറ്റേ ദിവസം ഞാൻ കാണുമ്പോൾ അവന് കുഞ്ഞിന് ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരുന്നു. കൈ തൊങ്കിയെല്ലാം അവൻ നടന്നിരുന്നതാണ്, പക്ഷേ ആ കൈ ഒട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാൻ ചോറ് കൊടുത്തെങ്കിൽ ആ ചോറ് വളരെ സാവകാശം കൊണ്ടാണ് ഈ കുഞ്ഞ് കഴിക്കുന്നത്. പിന്നെ വേറൊരു ആളും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ കുഞ്ഞിന് ആരോ വയ്യാത്തത് കൊണ്ട് ആരോ ബിസ്ക്കറ്റ് എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പങ്ക് പറ്റാനായിട്ടാണ് ഇവർ കുറേ പേര് ഇത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. അവർ ഈ കുഞ്ഞുള്ളത് കൊണ്ട് ആവശ്യം പോകാണ്ടൊക്കെ നിൽക്കുകയാണ്. ഒരു അമ്മ ഡോഗുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു സഹോദരൻ അപ്പുറത്തുള്ളത്. പാവം കണ്ടോ, വല്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ. പിന്നെ അതേ കൂടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇവൾ ഭയങ്കര കാന്താരി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവൾക്ക് ആഹാരം അപ്പുറത്ത് ഞാൻ പേപ്പറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും അവൾ അവിടെ അത് ഇട്ടുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് വന്ന് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കുഞ്ഞ് ഇനി അവൾ വന്ന് കഴിച്ചാലൊന്നും പറയില്ല. അവളുടെ അമ്മയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അമ്മയൊന്നുമല്ല, അവൾ വേറെ സ്ഥലത്ത് പ്രസവിച്ച് കിടക്കുന്നുണ്ടെന്ന് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു. കണ്ട അതിന് ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ ഡോഗ് ഫുഡ് കൊടുത്തെങ്കിലും വളരെ സാവകാശം കഴിക്കണം. അപ്പോൾ ഈ കുഞ്ഞിനെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ കാണുമ്പോൾ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ അത് കുറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ കുഞ്ഞിന് ഒരു ദിവസം ചെല്ലുന്തോറും ഓരോരോ ഇത് കൂടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് പിന്നീട് നമുക്കൊരു ഫണ്ടൊന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വെച്ച് നിൽക്കേണ്ടി വന്നത്. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഓരോ ഹോസ്പിറ്റൽ കേസിലും നമുക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സിൽക്ക് മോൾ അവിടെ കടയിൽ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്, ഫാനൊക്കെ ഇട്ട്. അവൾക്ക് ഞാൻ പെഡിഗിരി തന്നെ കൊണ്ട് കൊടുത്തിട്ടോ. പപ്പീസിൻ്റെ പെഡിഗിരിയാണ് ഇവർക്കൊക്കെ കൊടുക്കാറ്. ആദ്യം ഇവൾക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കില്ല കേട്ടോ, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മളോട് വലിയ ഗെയിമ കാണിക്കുന്നത് എന്തോ ആണ് അവൾ. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് കുഞ്ഞ് കഴിക്കത്തുള്ളൂ. അപ്പോൾ അവൾ മിടുക്കത്തിയായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫാമുള്ള ആ സ്ഥലത്ത് ഞാൻ വന്നപ്പം അവിടെ മഴ പെയ്തതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെ കുറേ പേരെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമേ ഒന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു പറമ്പിലോട്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കിട്ടാണ് അവർക്ക് ആഹാരം കൊടുക്കുന്നത്. കണ്ടോ, ആ പറമ്പിലിട്ട് കയറി നമുക്ക് ആദ്യം ആഹാരം കൊടുക്കാമായിരുന്നു. ഇപ്പോൾ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ ഇത്തിരി ചോറ് അവൾക്ക് വെച്ച് കൊടുത്തു. വേറെ കുഞ്ഞുങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം നമ്മുടെ പോപ്പിയുടെ അടുത്ത് വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാനതിൽ പാസ് ചെയ്തപ്പോൾ പോപ്പി വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ തുടങ്ങി ഇങ്ങനെ ചാടാൻ തുടങ്ങി. അങ്ങനെ പോപ്പിക്കുന്ന ഞാൻ അവലും ചിക്കൻ്റെ ചാറും കൊണ്ടാണ് വന്നത് കേട്ടോ. അത് കുറേ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കണ്ടോ, ആസ്വദിച്ചൊന്നും കഴിക്കാൻ അവന് സമയമില്ല കേട്ടോ. അവന് കിട്ടി അപ്പോൾ തന്നെ കഴിച്ച് തീർക്കും. അതിനുശേഷം ഞാൻ ഒരു പാത്രം കൊടുത്ത് വീണ്ടും രണ്ടാമത് അവൻ്റെ കൊതി കണ്ടിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ ഞാൻ പെട്ടിഗിരിയും കൂടിയും കൊടുത്തിട്ടാണ് പോരാറ്. മിക്ക കുഞ്ഞുങ്ങൾക്കും ചോറും പെട്ടിഗിരിയും കൂടി എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അതങ്ങ് കൊടുത്തിട്ട് പോരാറ്. പിന്നെ തിരിച്ച് വരുന്ന വഴി നമ്മുടെ ഇതിനു മുമ്പ് ഒരു പ്രസവിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടി ഞാൻ വിഷമാവസ്ഥയിൽ കണ്ടൊരു കുഞ്ഞുണ്ടോ ആഹാരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും നിങ്ങൾക്കറിയാം പ്രശ്നങ്ങളാണ്. അപ്പോൾ ആഹാരം അവിടെ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളിവരുടെ ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലിയോ ഉണ്ടത്, ലിയോനെയും ഞാനിതുപോലെ തന്നെ പരിസരത്ത് മാറ്റി ആഹാരം കൊണ്ടുപോയി കൊടുത്ത് ഞാൻ ഒരുപാട് അങ്ങ് നീങ്ങി നിന്നതിന് ശേഷമാണ് ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം പല സ്ഥലത്തും നിങ്ങൾക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടാണ്. ആർക്കും തന്നെ ഒരു താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, കുഞ്ഞുങ്ങളെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുക, രക്ഷിക്കുക.